ഹായ് ഹോൾ, എല്ലാവർക്കും ഹൈപ്പർപീസ് മലയാളത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ആരാണ് ബിയാങ്ക, എന്താണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് അവരുടെ ഒരു പുതിയൊരു പ്രൊജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ബിയാങ്ക സ്വാൻസറി കെനിയ വെസ്റ്റ് എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റാപ്പറിന്റെ വൈഫാണ് ഇപ്പോൾ കറന്റ്ലി. അപ്പോൾ ആളുടെ കൂടെ പുറത്തേക്ക് പോകുന്ന സമയം മൊത്തം ഇവർ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും കൂടുതലും ആളുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ കുറിച്ചാണ് മീഡിയ അതുപോലെ ഇവരുടെ ഓഡിയൻസ് ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടുത്തിടെയായി ആളൊരു ഒരു എക്സ്പോസ് ചെയ്യുന്ന ഒരു കണ്ടന്റുമായിട്ടായിരുന്നു വന്നിരുന്നത്. ഒരു റെഡ് കാർപ്പറ്റ് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആള് വന്നത് ആളുടെ തന്നെ ഓൺ ബ്രാൻഡായ ഈസിയുടെ ഒരു ട്രാൻസ്പെറൻറ്റ് ഡ്രസ്സ് ഇട്ടിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൊണ്ടുവന്നത്. അങ്ങനെ അതിനുശേഷം ആ ഒരു കോൺട്രവേഴ്സിക്ക് ശേഷം പിന്നീടും അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ആളുകൾ കുറച്ചും കൂടെ അട്രാക്റ്റഡ് ആവും. അതുപോലെ അത് കാരണം ആളുടെ വൈഫിനൊരു പോപ്പുലാരിറ്റി ഉണ്ടാവും. അതിലുപരി ആളുടെ ഒരു ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യാം ആളുടെ വൈഫിൽ കൂടെ എന്നുള്ളതും കൂടാണ് എനിക്ക് പേഴ്സണലി മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു പുതിയൊരു ബ്രാൻഡ് അദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ബിയാങ്ക സ്വാൻസറി. നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ biancaswansari.com നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അവരുടെ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, അങ്ങനെ നിങ്ങൾക്ക് കൂടുതലും ഫീമെയിൽ ഓപ്ഷൻസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കയറി നോക്കാം നിങ്ങൾക്ക്. അപ്പോൾ പൊതുവെ ആള് ഹൈപ്പ് നേടിയിരുന്നത് ഇതുപോലെ പുറത്തു പോകുന്ന സമയങ്ങളിൽ ധരിച്ചിരുന്ന ഡ്രസ്സ് ഇതാണ് മീഡിയക്കാർ കൂടുതലും ഷൂട്ട് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും, ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റൈലിംഗ് ആണ് ഇവർ കീപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ സ്റ്റൈലിസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിലും നമുക്കൊരു വേറെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനുണ്ട് ആളുടെ സ്റ്റൈലിസ്റ്റിനെ പറ്റിയിട്ട്. അതുപോലെ ഈ കെനിയ വെസ്റ്റ് എന്ന് പറയുന്ന ആൾ തന്നെ പൊതുവായിട്ട് അയാൾ അറിയപ്പെടുന്ന അയാൾ 2 പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെന്നുള്ള പോലെയാണ്. നിങ്ങൾക്ക് അയാളുടെ ബയോഗ്രഫി കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നമുക്കൊരു പ്രത്യേകമായിട്ടൊരു വീഡിയോ അയാൾക്ക് വേണ്ടി ചെയ്യാം, അയാളുടെ കൂടുതൽ കാര്യങ്ങൾ വരുന്ന. ഇപ്പോൾ അയാളുടെ വൈഫിൻ്റെ ഒരു ബ്രാൻഡ് ലോഞ്ചിന് മുമ്പായിട്ട് കൊറിയയിൽ വെച്ചിട്ടൊരു പെർഫോമൻസ് ആർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ് നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. കൂടുതലും പറയുകയാണെങ്കിൽ കുറച്ച് നമ്മൾ എന്തുകൊണ്ട് ഈ ഡ്രസ്സ് എന്നുള്ളൊരു ചോദ്യം നമുക്ക് എപ്പോഴും വരും. ആ ഒരു തരത്തിലാണ് ആള് പുറത്തു പോയിരുന്നതും ആളുടെ വൈഫിനെ കൊണ്ട് നടക്കുന്നതും. അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം കുറച്ച് സമയം. സോ ഇതൊരു 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് വാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ നിങ്ങളിതിൽ കണ്ട ഒരു പ്രത്യേകമായിട്ട് തോന്നുന്ന പല എലമെൻസും ഇതിലുണ്ടാവും. അപ്പോൾ ആൾ തന്നെ ഇത് സ്പോൺസർ ചെയ്തിട്ട് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ആളുടെ പ്രസൻസ് ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. കെനിയ വെസ്റ്റ് ഉണ്ടായിരുന്നു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇത് സത്യം പറയുകയാണെങ്കിൽ ഒരു നോർമൽ, നമുക്ക് തോന്നുന്ന ഒരു നോർമൽ കുക്കിംഗ് ആണോ എന്ന് തോന്നും. പക്ഷേ ഇതൊരു നോർമൽ കുക്കിംഗ് പോലെയാണ് ഇവർ പ്രസന്റ് ചെയ്തെങ്കിൽ പോലും ഇറ്റ്സ് കോൾ എ പെർഫോമൻസ് ആർട്ട്. ഇത് ബേസിക്കലി കണ്ടിരുന്നത് ജർമ്മനി, അതേപോലെ പാരീസ്, ഇവിടെയൊക്കെയാണ് ഈ ലൈവ് പെർഫോമൻസ് ആർട്സ് നടന്നുകൊണ്ടിരുന്നത്. കൂടുതലും ഇതിൽ പാട്ടായിരുന്നത് ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ LGBT കമ്മ്യൂണിറ്റി, നോൺ ബൈനറി, ഈ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആളുകളായിരുന്നു കൂടുതലും ഈ ഒരു ലൈവ് പെർഫോമൻസ് ചെയ്തിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കമൻസും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. പ്ലീസ് സപ്പോർട്ട് അവർ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. താങ്ക് യു.